ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 4.5, 0.9, 1.8 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. ലസാഗു മീൻസ് LCM കാണാനാണ്. ഡെസിമൽ നമ്പേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെസിമലിൽ തന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സാധാരണ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം LCM കാണാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് എടുക്കുക. 4.5, 0.9, 1.8. എന്നിട്ട് ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് നോക്കുക. അപ്പോൾ 4.5-ലാണെങ്കിൽ ഒരേ ഒരു ഡിജിറ്റ് ആണ് ഡെസിമൽ പാർട്ടിൽ വരുന്നത് അല്ലെ. പോയിന്റിന് റൈറ്റിൽ കിടക്കുന്നതാണ് ഡെസിമൽ പാർട്ട്. അപ്പോൾ അതിൽ ഒരേ ഒരു ഡിജിറ്റ് ആണ് വരുന്നത്. 0.9 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒരേ ഒരു ഡിജിറ്റ് ആണ് പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത്. 1.8-ലും ഒരേ ഒരു ഡിജിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ സാധാരണ നമ്പർ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഡിജിറ്റ് ആണല്ലേ ഉള്ളത്. അപ്പോൾ ഒരു സീറോയുള്ള നമ്പർ ഏതാണ്? 10. ഓക്കെ അല്ലേ? അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാധാരണ നമ്പറിലോട്ട് ഈ 3 നമ്പേഴ്സിനെയും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ 4.5-നെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ അതെന്താവും? 45. 0.9-നെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ അതെന്താവും? 9 ആകും. ഇനി 1.8-നെ ഇൻറ്റു 10 ചെയ്താലോ 18 ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി 45, 9, 18-ന്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കാണുക. 45, 9, 18 ഒരുമിച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പൊ ഡിവിഷൻ മെത്തേഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 3-ലും ഡിവിസിബിൾ ആയിട്ട് വരുന്നത് 3 അല്ലേ. 3-ന്റെ ടേബിളിൽ 45 ഉണ്ട്, 9 ഉണ്ട്, 18 ഉണ്ട്. 3-ന്റെ ടേബിളിൽ 45 എത്ര ടൈംസാ വരിക? 15 ടൈംസ് അല്ലെ. 15 × 3 ചെയ്യുമ്പോഴാണ് 45 കിട്ടുന്നത്. ഇനി 3-ന്റെ ടേബിളിൽ 9 എന്ന് പറയുന്നത് എത്ര ടൈംസാ? 3 ടൈംസ് ആണ്. 3 × 3 ആണ് 9. ഇനി അടുത്ത 3-ന്റെ ടേബിൾ 18 എത്ര ടൈംസാ? 6 ടൈംസ് ആണ് അല്ലെ. 6 × 3 ആണ് 18. ഇനി വീണ്ടും നമുക്ക് 15, 3, 6-നെ എന്ത് ചെയ്യാം? 3 കൊണ്ട് തന്നെ ചെയ്യാം. 3-ന്റെ ടേബിളിൽ 15 എന്ന് പറയുന്നത് 5 ടൈംസ് ആണ്. 3-ന്റെ ടേബിൾ 3 എത്ര ടൈംസാ? 1 ടൈംസ്. 3-ന്റെ ടേബിളിൽ 6 2 ടൈംസ് ആണ്. 2-ഉം 5-ഉം പ്രൈം നമ്പേഴ്സ് അല്ലേ. അപ്പൊ നമുക്ക് LCM ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് L ഷേപ്പിലുള്ള നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യാം? എടുക്കുക. അപ്പൊ LCM ഈക്വൽ ടു എന്ത് വരും? 3 × 3 × 5 × 1 × 2. ഇനി ഇതെല്ലാം കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 90 ആയിരിക്കും. ഇനി 90 അല്ല നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്താ? നമ്മൾ ഡെസിമലിൽ നിന്ന് സാധാരണ നമ്പറിലോട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ LCM കണ്ടത് അല്ലേ. എന്നിട്ട് എന്താണ് നമുക്ക് കിട്ടിയത്? 90 ആണ്. അപ്പൊ തിരിച്ച് അതിനെ ഡെസിമലിലോട്ട് തന്നെ കൊണ്ടുപോകണം. ഏത് നമ്പർ കൊണ്ടാണോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തത് ആ നമ്പർ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? കിട്ടിയ ആൻസറിനെ ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ 90 ഡിവൈഡ് ബൈ 10. 10-ൽ എത്ര ടൈംസാ? 9 ടൈംസ് അല്ലേ. സോ ആൻസർ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.